ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നല്ല മഴയാണല്ലേ? നേരം വെളുത്ത് നോക്കുമ്പോൾ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ നല്ല മഴയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തേ മുതൽ മഴയാണ്. അപ്പം മക്കളൊക്കെ രാവിലെ എണിച്ച് പുറത്ത് പോകാനൊന്നും പറ്റുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ രാവിലെ എണിച്ച് ടി വി ഒക്കെ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനത് ഓഫാക്കുകയാണ്. നിങ്ങൾ മദ്രസ പോകാനും മൂത്തോക്ക് ഇന്ന് സ്കൂൾ സ്റ്റാർട്ടായിന് കേട്ടോ. അപ്പോൾ ഓള് പോകാനും. അപ്പം ഇന്നത്തെ നാഷ്ട പുട്ടും ചെറുപയറുമാണ്. ഇനിയിപ്പം നമ്മൾ രാവിലത്തെ കടത്തൊന്നും ഇനി നടക്കൂല. അല്ലെങ്കിൽ രാവിലെ എണിച്ചാലുണ്ടല്ലോ നമ്മളൊരു കടത്തോ, അപ്പോൾ രാവിലത്തെ കടത്തൊന്നും ഇനി നടക്കൂല. അപ്പോൾ നാഷ്ടകളൊക്കെ ആക്കി വെച്ച് അപ്പോഴത്തെ പെരങ്ങിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഒരിങ്ങലും മദ്രസ പോകണവരോ സ്കൂളിൽ പോകണവരോ ഒക്കെ കഴിയട്ടെ, അപ്പോഴത്തേക്കിന് ഞാൻ എന്താക്കുക ചോറും കറി ആക്കാമെന്നും പറഞ്ഞിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ എന്താക്കുക ചോറിന് വെള്ളം വെക്കുക. ഗ്യാസൊക്കെ തണുപ്പ് പിടിച്ചിന് തോന്നുന്നുണ്ട്, കത്തണില്ല. അങ്ങനെ ചോറിന് വെള്ളം അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക എന്താണ് കറിയൊക്കെ. രാവിലെ ചെറുപയറുണ്ടാക്കി. ചിക്കന് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചിക്കൻ തന്നെയാണ് വെച്ച്. അപ്പോൾ ഇന്ന് അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഉണക്കമീൻ തേങ്ങ അരച്ചിട്ടില്ല കറി. ഇതിനാകുമ്പോൾ വലിയ ഒന്നുമില്ല, തേങ്ങയും ലേശം പുളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കും. ഉണക്കമീൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. നമുക്ക് കറിക്ക് ചോറിന് ഒരു ഉണക്കമീൻ പൊരിച്ചതും ഒരു മുളക് പൊട്ടിച്ചതും ഉണ്ടെങ്കിൽ നമുക്ക് പള്ളറിയ ചോറ് തിന്നാലോ. അങ്ങനെ എൻ്റെ ഇവിടെ എനക്കായാലും ഇക്കാക്കായാലും ഒരു ഉണക്കമീൻ പെരക്കുണ്ടെങ്കിൽ ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉണക്കും പെരക്കുണ്ടെങ്കിൽ നമുക്ക് കറിയായിട്ടോ. അതിന് എണ്ണ വേണം, കടുക് വേണം, ഉലുവ വേണം, കരിവേപ്പില വേണം, അതൊന്നുമില്ല. അതായത് ഇതേപോലെ ചട്ടിയിലേക്ക് പച്ചമുളകും ഉള്ളിയും തക്കാളിയും മുറിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഉണക്ക് വെക്കൽ. ഇത് അതേ സ്ഥാനത്ത് നേരെ തിരിച്ചെന്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരക്കാണ്ട് വെക്കുന്നതിനും ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് തേങ്ങ അരക്കുന്നില്ലല്ലോ, തേങ്ങ അരക്കാത്തീര്. അപ്പോൾ അതിനുണ്ടൊരു സ്മെല്ല്. ആ സ്മെല്ല് മതി കേട്ടോ ചോറ് തിന്നാനും. ഉണക്കമീൻ ഇവിടെ മസ്റ്റാണ്. ഞാൻ അതെന്താക്കുന്ന ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കലാണ്. ഒരു കറിക്കും ഒന്നുമില്ല, അല്ല നമുക്ക് വെയ്യാന്ന് തോന്നിയ ഒരു ഉള്ളി 2 തക്കാളിയും പച്ചമുളകും എടുത്ത് അടുപ്പത്ത് വെക്കുക. കുറച്ച് പുളി പീഞ്ഞ് പാരുക, മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കുക, ഉണക്കും അവിടെ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെക്കുന്നത് ഇങ്ങനെയാണ്. ഒരു തക്കാളി, ഒരു ഉള്ളിയും 2-3 പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെന്താക്കുക ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വേകാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോഴത്തേന് ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചോറിന് അരി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചോറിന് അരിട്ട് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ തന്നെ കേട്ടോ പെയ്യണത്. പക്ഷേ നമുക്ക് ഈ മഴയും പെയ്തൊരു മോട ഒത്തിട്ടിരിക്കുമ്പോൾ മഴക്കാലം പിടിച്ചോ എനിക്കറിയണില്ല. മഴക്കാലം പിടിക്കാനായോ? അങ്ങനെ തക്കാളി നല്ല വേവണം കേട്ടോ, കുത്തി ഉടച്ച് വേവണം. അപ്പം നിങ്ങളൊന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് എന്നൊന്ന് കണ്ടുനോക്കിയിട്ട് വരും കേട്ടോ. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നീരിനായി തേടുമീ വേഴാമ്പല്, ഓരോരോ കാലടി കബറിലെ കാണുന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ.